നമസ്കാരം മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. കെഎസ്ആർടിസി ബസ് ഡ്രൈവറും അതുപോലെ തിരുവനന്തപുരം മേയർ ആര്യ രാജേന്ദ്രനും തമ്മിലുള്ള തർക്കം അല്ലെങ്കിൽ ആ ഒരു അന്വേഷണം ഇപ്പോൾ വേറൊരു തലത്തിലേക്ക് കടന്നിരിക്കുകയാണ്. കഴിഞ്ഞ 2 ദിവസം മുൻപാണ് ഇത്തരത്തിൽ ഡ്രൈവർ അപമര്യാദയായി പെരുമാറിയെന്ന് പറഞ്ഞുകൊണ്ട് വാഹനം തടയുകയും ആര്യ രാജേന്ദ്രനും ഒപ്പം തന്നെ ഭർത്താവായിട്ടുള്ള സച്ചിൻ ദേവ് MLAയും ഒപ്പമുണ്ടായിരുന്ന ആര്യയുടെ സഹോദരനും എല്ലാവരും കൂടെ വണ്ടിയെ നടു റോഡിൽ തടഞ്ഞുകൊണ്ട് ചോദ്യം ചെയ്യുന്ന ദൃശ്യങ്ങളടക്കം പുറത്തു വന്നിട്ടുണ്ടായിരുന്നു. അതിനുശേഷം വലിയ രീതിയിൽ തന്നെ ചാനലുകളിലായാലും സൈബർ ഇടങ്ങളിലായാലും ആര്യക്കെതിരെ അത്തരത്തിൽ ആ ഡ്രൈവർക്കെതിരെ എടുത്ത നടപടിക്കെതിരെ വലിയ രീതിയിലായിരുന്നു വിമർശനം ഉയർന്നു കേൾക്കുന്നുണ്ടായിരുന്നത്. അപ്പോൾ അതൊരു സാധാരണക്കാരനാണ് ഇത്തരത്തിലൊരു KSRTC ബസ് തടഞ്ഞിരുന്നതെങ്കിൽ ഉറപ്പായിട്ടും ആ ബസ് തടഞ്ഞ ആളെ പോലീസ് പിടിച്ചകത്തിടും എന്നുള്ളത് 100% ഉറപ്പാണ്. എന്നാൽ അത് മേയറാണ് ഇത്തരത്തിൽ തടഞ്ഞിരിക്കുന്നത്. മാത്രമല്ല KSRTCയിൽ യാത്ര ചെയ്തുകൊണ്ടിരുന്ന ആളുകളെ മുഴുവൻ ഇറക്കി വിടുകയും ചെയ്തു. എന്നിട്ട് പോലും ഇതുവരെയായിട്ടും ഒരു നടപടി പോലും മേയർക്കെതിരെ KSRTCയുടെ ഭാഗത്തു നിന്നോ പോലീസിന്റെ ഭാഗത്തു നിന്നോ വന്നിട്ടില്ല എന്നുള്ളതാണ് മറ്റൊരു കാര്യം. ഏതായാലും ഇത്തരത്തിൽ ഒരു ബസ്, പ്രത്യേകിച്ച് KSRTC ബസ് തടയാൻ മേയർക്ക് അധികാരമുണ്ടോ? ഏതാനും ദിവസമായി കേരളം ചർച്ച ചെയ്യുന്ന ചോദ്യങ്ങളിൽ ഒന്നാണിത്. ഒരു നഗരത്തിന്റെ പ്രഥമ പൗരനാണ് നഗരപിതാവോ മാതാവോ എന്നല്ല വിശേഷണമുള്ള മേയർ. അധികാര സൂചകമായ കറുത്ത ഗൗണും കോർപ്പറേഷൻ പരിധിയിൽ ശക്തമായ അധികാരങ്ങളും ഉണ്ടെങ്കിലും KSRTC വാഹനം തടയുന്നതിന് മേയർക്ക് അധികാരമില്ല. മേയർക്കെതിരെ നിയമ നടപടി സ്വീകരിക്കുന്നതിനും KSRTCക്കും തടസ്സമില്ല. KSRTC സർവീസ് തടസ്സപ്പെട്ടാൽ സ്ഥാപനത്തിന് നഷ്ടമായ തുക പിഴയായി ഈടാക്കാം. പ്രോട്ടോകോൾ പ്രകാരം MPക്കും MLAയ്ക്കും മുകളിലാണ് മേയറുടെ സ്ഥാനം. പ്രധാനമന്ത്രി അടക്കമുള്ള VVIPകൾ സന്ദർശനത്തിനെത്തുമ്പോൾ ഗവർണർക്കും മുഖ്യമന്ത്രിക്കും മന്ത്രിക്കും പുറമെ സ്വീകരിക്കാൻ മേയർ ഉണ്ടാകും. മറ്റു സവിശേഷ അധികാരങ്ങളില്ല. നഗരത്തിലെ ഗതാഗത പരിഷ്കരണ കമ്മിറ്റിയുടെ അധ്യക്ഷ മേയറാണ്. റോഡ് റൺവേ ആക്കൽ, ഗതാഗത ക്രമീകരണം എന്നിവയടക്കം നടപ്പിലാക്കുന്നത് ഈ ഒരു കമ്മിറ്റിയാണ്. പൊതുഭരണ വകുപ്പിന്റെ പ്രോട്ടോകോൾ ബുക്കിൽ 18ാം സ്ഥാനത്താണ് മേയർ. 1ാം സ്ഥാനത്ത് രാഷ്ട്രപതി. ട്രിപ്പ് പൂർത്തിയാക്കുന്നതിന് മുൻപ് മറ്റാരുടെയെങ്കിലും ഇടപെടലിലൂടെ KSRTC ബസ്സിന് യാത്ര റദ്ദാക്കേണ്ടി വന്നാൽ നഷ്ടം കാരണക്കാരിൽ നിന്ന് ഈടാക്കാം. തമ്പാനൂരിൽ സർവീസ് അവസാനിപ്പിക്കേണ്ട ബസ്സിന് മേയറുടെയും ബന്ധുക്കളുടെയും ഇടപെടലിലൂടെ 1 കിലോമീറ്റർ അകലെ പാളയത്താണ് യാത്ര റദ്ദാക്കേണ്ടി വന്നത്. അതിനാൽ KSRTCക്ക് യാത്രാ നഷ്ടമില്ല. വഴിയിലായി യാത്രക്കാർക്ക് പകരം സംവിധാനം ഒരുക്കണമെന്നാണ് നിയമം. ഇത് പാലിക്കപ്പെട്ടില്ല. ഡ്രൈവർ അറസ്റ്റിലായെന്നും യാത്രക്കാരുടെ ബസ്സിൽ നിന്ന് ഇറങ്ങാനും മേയറുടെ ഭർത്താവ് സച്ചിൻ ദേവ് MLA ആവശ്യപ്പെട്ടതായി ആരോപണമുണ്ട്. മോട്ടോർ വെഹിക്കിൾ ഇൻസ്പെക്ടർമാർക്കും സബ് ഇൻസ്പെക്ടർ മുതലുള്ള പോലീസ് ഉദ്യോഗസ്ഥർക്കുമാണ് ബസ്സിൽ പരിശോധന നടത്താനും നിർദ്ദേശങ്ങൾ നൽകാനും അധികാരം. KSRTC ഉദ്യോഗസ്ഥർക്ക് പരിശോധന നടത്താൻ പ്രത്യേക അധികാരം നൽകാറുണ്ട്. KSRTC ജീവനക്കാരന്റെ ജോലി തടസ്സപ്പെടുത്തൽ, ജീവനക്കാരെ ആക്രമിക്കൽ തുടങ്ങിയവയ്ക്ക് 5 വർഷം തടവും പിഴയുമാണ് ശിക്ഷ. ബസ്സിനുണ്ടാകുന്ന കേടുപാടുകൾക്ക് നഷ്ടം ഈടാക്കി കേസുകൾ ഒത്തുതീർപ്പാക്കരുതെന്നും പ്രത്യേക നിർദ്ദേശമുണ്ട്. മേയർ ആര്യ രാജേന്ദ്രനുമായി തർക്കത്തിലേർപ്പെടുമ്പോൾ ഡ്രൈവർ യദു ഓടിച്ചിരുന്ന KSRTC ബസ്സിലെ CCTV ദൃശ്യങ്ങളടങ്ങിയ മെമ്മറി കാർഡ് നഷ്ടപ്പെട്ടു എന്നുള്ള വാർത്തകളായിരുന്നു കുറച്ച് മണിക്കൂറുകൾക്ക് മുൻപ് വന്നിരുന്നത്. ഏതായാലും അതെങ്ങനെ നഷ്ടപ്പെട്ടു എന്നുള്ളതിൽ അന്വേഷണം നടത്താൻ മന്ത്രി KB ഗണേഷ് കുമാർ നിർദ്ദേശം നൽകിയെന്നാണ് ഏറ്റവും ഒടുവിലായി ലഭിക്കുന്ന റിപ്പോർട്ടുകൾ. CCTV ദൃശ്യങ്ങളടങ്ങിയ മെമ്മറി കാർഡ് കണ്ടെത്താൻ സാധിച്ചില്ലെന്ന് പോലീസ് നേരത്തെ അറിയിച്ചിരുന്നു. ഈ ഒരു സാഹചര്യത്തിൽ മെമ്മറി കാർഡ് കാണാതായത് അന്വേഷിക്കുമെന്ന് മന്ത്രി KB ഗണേഷ് കുമാർ അറിയിച്ചിട്ടുണ്ട്. KSRTC MD പ്രമോദ് ശങ്കറിനാണ് മന്ത്രി കർശന നിർദ്ദേശം നൽകിയിരിക്കുന്നത്.